ഇത്തരം ഒരു ഗ്രൗണ്ട് കൺട്രോൾ കേന്ദ്രമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചത് എന്ന് പറയുമ്പോഴാണ് യുഎസിന് എത്രമാത്രം നഷ്ടങ്ങളാണ് ഇറാന്റെ തിരിച്ചടികളിലൂടെ ഉണ്ടാകുന്നത് എന്ന് അമേരിക്കയുടെ അതീവ സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് SBIRS അഥവാ സ്പേസ് ബേസ്ഡ് ഇൻഫ്രാറെഡ് സിസ്റ്റം. ലളിതമായി പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ശത്രു രാജ്യങ്ങൾ തൊടുത്തുവിടുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ സെക്കൻഡുകൾക്കകം കണ്ടെത്താൻ ശേഷിയുള്ള സാറ്റലൈറ്റ് ശൃംഖലയാണ്. US സ്പേസ് ഫോഴ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം പ്രധാനമായും ഉപഗ്രഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഭൂമിയിൽ നിന്നും ഏകദേശം 30,000 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഉപഗ്രഹങ്ങൾ ഇതിനായി ഉപയോഗിക്കുന്നു. മിസൈലുകൾ വിക്ഷേപിക്കുമ്പോൾ അവയുടെ എഞ്ചിനിൽ നിന്നുണ്ടാകുന്ന അതിശക്തമായ ഇൻഫ്രാറെഡ് വികിരണങ്ങൾ സാറ്റലൈറ്റിലെ അത്യാധുനിക സെൻസറുകൾ ഉടനടി തിരിച്ചറിയുന്നു. മിസൈൽ എവിടെ നിന്നാണ് വരുന്നതെന്നും ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്നും കൃത്യമായി കണക്കുകൂട്ടി മിസൈൽസ് പ്രതിരോധ സംവിധാനങ്ങൾക്കും കമാൻഡ് സെന്ററുകൾക്കും സെക്കൻഡുകൾക്കകം മുന്നറിയിപ്പ് നൽകുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയതും സങ്കീർണവുമായ പ്രതിരോധ പദ്ധതികളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ രാജ്യാന്തര പ്രതിരോധ ബജറ്റിനും താങ്ങാൻ കഴിയാത്തത്ര വലിയ തുകയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഒരു സിംഗിൾ സാറ്റലൈറ്റിന്റെ വില 12,500 കോടി രൂപയാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലെ വികസനവും ഗ്രൗണ്ട് സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള ചെലവുകളുമായി 1,66,000 കോടിയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. എന്തുകൊണ്ടാണ് ഇത്രയും ഉയർന്ന ചെലവ്? മേഘങ്ങൾക്കിടയിലൂടെയും അന്തരീക്ഷത്തിലെ പ്രതിബന്ധങ്ങൾക്കിടയിലൂടെയും ഇൻഫ്രാറെഡ് തിരിച്ചറിയാനുള്ള സ്കാനിംഗ് സെൻസറുകളുടെ ഉയർന്ന നിർമ്മാണ ചെലവാണ് ഇതിന് കാരണം. ബഹിരാകാശത്ത് നിന്ന് വരുന്ന വിവരങ്ങൾ തത്സമയം വിശകലനം ചെയ്യാനുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളും നിയന്ത്രണ കേന്ദ്രങ്ങളും സ്ഥാപിക്കാനുള്ള ചെലവാണ് മറ്റൊന്ന്. ഈ ഭീമൻ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വൻതോതിൽ പണവും ആവശ്യമാണ്. ഈ ഉയർന്ന ചിലവും സാങ്കേതിക വെല്ലുവിളികളും കാരണം അമേരിക്ക ഈ പ്രൊജക്ട് നിലവിൽ പൂർത്തിയാക്കുകയും ഇതിനേക്കാൾ വിപുലമായ നെക്സ്റ്റ് ജനറേഷൻ ഹൈപ്പർസോണിക് മിസൈൽ ട്രാക്കിംഗ് സാറ്റലൈറ്റ് ശൃംഖലകളിലേക്ക് മാറാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനായി മാത്രം അമേരിക്ക $35 ബില്യൺ പുതിയ നിക്ഷേപം നടത്തുന്നു എന്നാണ് വിവരങ്ങൾ. ഖത്തറിൽ ഇത്തരം സാറ്റലൈറ്റ് ഡാറ്റ കൈകാര്യം ചെയ്യുന്ന പ്രോസസ്സിംഗ് കേന്ദ്രങ്ങളും അതോടൊപ്പം മിസൈൽ മുന്നറിയിപ്പ് നൽകുന്ന അതിശക്തമായ ഗ്രൗണ്ട് റഡാർ സംവിധാനങ്ങളുമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക താവളമായ ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് ആണ് ഈ തന്ത്രപ്രധാന സംവിധാനങ്ങളുടെ കേന്ദ്രം. അമേരിക്കയുടെ പസഫിക് യൂറോപ്പ് കമാൻഡുകൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഏകോപന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ബഹിരാകാശത്തുള്ള SBIRS ഉപഗ്രഹങ്ങൾ നൽകുന്ന സിഗ്നലുകളും ഭൂമിയിലെ റഡാറുകളിൽ നിന്നുള്ള വിവരങ്ങളും ഒരേ സമയം വിശകലനം ചെയ്യുന്നത് അൽ ഉദൈദ് എയർബേസിലെ കമ്പൈൻഡ് എയർ ആൻഡ് സ്പേസ് ഓപ്പറേഷൻ സെന്റർ വഴിയാണ്. മിഡിൽ ഈസ്റ്റിലെ എല്ലാ സഖ്യകക്ഷികളുടെയും റഡാർ വിവരങ്ങളും അമേരിക്കയുടെ സാറ്റലൈറ്റ് വിവരങ്ങളും ഈ കേന്ദ്രത്തിൽ വെച്ചാണ് ഒന്നായി കോർത്തിണക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ എവിടെയെങ്കിലും ഒരു മിസൈൽ വിക്ഷേപിക്കപ്പെട്ടാൽ സാറ്റലൈറ്റിൽ നിന്നുള്ള ഡാറ്റയും ഖത്തറിലെ ഗ്രൗണ്ട് സ്റ്റേഷനും ചേർന്ന് നിമിഷങ്ങൾക്കകം അത് ട്രാക്ക് ചെയ്യുകയും മേഖലയിലെ പാട്രിയറ്റ് താഡ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഉടനടി സന്ദേശം നൽകുകയും ചെയ്യും. ഖത്തറിലെ ഈ സംവിധാനങ്ങളുടെ മൊത്തത്തിലുള്ള മൂല്യം കോടിക്കണക്കിന് ഡോളറാണ്. 2 പ്രധാന ഘടകങ്ങളായാണ് ഇതിന്റെ മൂല്യം കണക്കാക്കുന്നത്. ഒന്ന് അത്യാധുനിക ഏർലി വാർണിംഗ് റഡാർ ANFPS 132. അതിന് $1 ബില്യൺ ചിലവ്. ഉപഗ്രഹ ആശയവിനിമയ ടെർമിനലുകളാണ് മറ്റൊന്ന്, അതായത് സാറ്റ്കോം ടെർമിനൽസ് ആൻഡ് ആന്റിനാസ്. അതിന്റെ ചെലവ് ഏകദേശം 165 കോടി രൂപയാകും എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ സ്ട്രാറ്റജിക് വാല്യൂ എന്തായിരിക്കും? ഇതിന്റെ സാമ്പത്തിക മൂല്യത്തെക്കാൾ വലുതാണ് ഇതിന്റെ സൈനിക പ്രാധാന്യം. അടുത്തിടെ മേഖലയിൽ ഉണ്ടായ സംഘർഷങ്ങളിലും ഇറാന്റെ മിസൈൽ ആക്രമണങ്ങളിലും ഈ ഗ്രൗണ്ട് സ്റ്റേഷനുകളുടെ അഡ്വാൻസ്ഡ് ആന്റിനകളും റഡാറുകളും പ്രധാന ലക്ഷ്യമായി മാറിയിരുന്നു. കാരണം ഖത്തറിലെ ഈ ഒരു ഗ്രൗണ്ട് പ്രോസസ്സിംഗ് ലിങ്ക് തകർന്നാൽ മേഖലയിൽ ആകെ അമേരിക്കൻ മിസൈൽ പ്രതിരോധ ശൃംഖലയുടെ വേഗതയെയും കാര്യക്ഷമതയെയും അത് പ്രതികൂലമായി ബാധിക്കും. ചുരുക്കത്തിൽ
ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കണ്ണുകളുമായി പ്രവർത്തിക്കുമ്പോൾ ആ വിവരങ്ങൾ ഭൂമിയിൽ വിശകലനം ചെയ്ത് പ്രതിരോധം തീർക്കുന്ന US-ന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട തലച്ചോറാണ് ഖത്തറിലെ ഈ കേന്ദ്രം. ഇത്തരം ഒരു ഗ്രൗണ്ട് കൺട്രോൾ കേന്ദ്രമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ചത് എന്ന് പറയുമ്പോഴാണ് US-ന് എത്രമാത്രം നഷ്ടങ്ങളാണ് ഇറാന്റെ തിരിച്ചടികളിലൂടെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്.